അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ പേരിൽ പറയുന്ന പോലെ തന്നെ അല്ലെ, ട്രയാങ്കിൾസ് ത്രികോണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ട്രയാങ്കിൾ അല്ലെ, ത്രികോണം എന്ന് പറയുന്നത്? 3 സൈഡും 3 ആംഗിൾസും അല്ലെ, 3 വശങ്ങളും 3 കോണുകളും വരുന്ന ഒരു പോളിഗണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്സ് അല്ലെ, 3 വശങ്ങളും അതുപോലെ തന്നെ 3 ആംഗിൾസ് 3 കോണുകളുമുണ്ട്. 1 2 3 1 2 3. ഓക്കെ ആണല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ 3 ആംഗിൾസും അല്ലെ, ഈ 3 കോണുകളും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? യെസ്, 180 ഡിഗ്രി വരും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാൻ ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, ഇവൻ വൈ ആയിട്ടും ആൻഡ് ഇവൻ ഇസഡ് ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഈ 3 ആംഗിൾസും അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ട്രയാങ്കിൾസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ഇവനെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ട്രയാങ്കിൾ ത്രികോണം എന്ന് പറയുന്നതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ പറയുന്നത് പോലെ എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്? അല്ലെ, ട്രയാങ്കിൾസ് അല്ലെ, 2 ട്രയാങ്കിൾ ഉണ്ട്. അവരെങ്ങനെയാണ് തുല്യ ത്രികോണങ്ങളാവുന്നത്, ഈക്വൽ ട്രയാങ്കിൾസ് ആവുന്നത്? അതിൽ 3 കണ്ടീഷൻസ് ഉണ്ട്, 3 തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേതാണ് എസ് എസ് എസ്, സൈഡ് സൈഡ് സൈഡ്. അപ്പോൾ മിസ് അതൊന്ന് വരച്ച് കാണിച്ചു തരാം. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഞാൻ നമ്മുടെ 2 ട്രയാങ്കിൾസിന് ഒന്ന് പേര് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രഷ് പേരായ എന്താണ് ABCയും ആൻഡ് PQR എന്ന് പറയുന്ന 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ABCയുടെ ലെങ്ത് ഇപ്പോൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. അതുപോലെ PQRന്റെ ലെങ്ത് ഇവിടെ 1 സെന്റിമീറ്റർ ഇവിടെ 2 സെന്റിമീറ്റർ ആൻഡ് ഇവിടെ 3 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണോ? നോക്കിക്കേ, 2 ട്രയാങ്കിൾസിന്റെയും 3 സൈഡ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1 സെന്റിമീറ്റർ വരുന്നുണ്ട് AC എന്ന് പറയുന്ന സൈഡ്. ഇവിടെ ആർക്ക് എന്ന് പറയുന്ന 1 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഒരു സൈഡ് 2 ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആണ്. അത് ഏത് സൈഡിൽ കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോക്കാം, 2 സൈഡ് അല്ലെ, സോറി, ഒരു സൈഡ് 2 ട്രയാങ്കിൾസിന്റെയും ഈക്വൽ ആണ്. ഓക്കെ, രണ്ടാമത്തെ സൈഡ് ഇവിടെ ഒരു 2 സെന്റിമീറ്റർ ഉണ്ട് ആൻഡ് ഇവിടെയും ഒരു 2 സെന്റിമീറ്റർ ഉണ്ട്. സോ സെക്കൻഡ് സൈഡും എന്താണ്? ഈക്വൽ ആണ്. ദെൻ തേർഡ് സൈഡ് എന്താ നോക്കിക്കേ, ഇവിടെയും 3 സെന്റിമീറ്റർ ഇവിടെയും 3 സെന്റിമീറ്റർ. അപ്പോ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും എന്തിനോട് ഈക്വൽ ആണ്? മറ്റൊരു ട്രയാങ്കിളിന്റെ 3 വശങ്ങളോട് ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം? തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോ സൈഡും 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 അല്ലെ, ആ 3 സൈഡും എന്താണ്? സെയിം ആണ്, ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് 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 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്? 3 സൈഡ് അല്ലെ, 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി 3 സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ? ഈ 2 ട്രയാങ്കിൾസിന്റെയും 3 വശങ്ങളും തുല്യമായതുകൊണ്ട് ഈ 2 ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലായല്ലോ? സെറ്റ് ആണല്ലോ? ഇനി സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്. മിസ് ആദ്യമേ ഈ 3 കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ASA. ഓക്കെ, എസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി സൈഡ് ആണ് അല്ലെ. എന്നാൽ ഈ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ ആണ് അല്ലെ. ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ഞാൻ വരക്കുന്നു, വീണ്ടും ഞാൻ ABC എന്ന് കൊടുക്കുന്നു, ABC ആൻഡ് മറ്റൊരു ട്രയാങ്കിൾ മിസ് വരക്കുന്നുണ്ട്, PQR. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും ആ സൈഡിന്റെ 2 അറ്റത്തുമുള്ള ആംഗിളും ഈക്വൽ ആവണം. ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് കരുതാം ആൻഡ് ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ലൈനിന്റെ ഈ ഒരറ്റത്ത് 50 ഡിഗ്രിയും ഈ ഒരറ്റത്ത് 60 ഡിഗ്രിയുമാണെന്ന് കരുതാം. സെയിം തന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെയും ഏത് സൈഡ് എടുത്തോട്ടെ, ഞാനിപ്പോ PR എന്ന് പറയുന്ന സൈഡാണ് എടുക്കുന്നത്. PR എന്ന് പറയുന്ന സൈഡും 5 സെന്റിമീറ്റർ ആണെന്ന് കരുതാ. ഈ 5 സെന്റിമീറ്ററിന് 2 അറ്റത്തുമുള്ള ആംഗിൾസും 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി തന്നെ മിസ് എഴുതാൻ പോകുന്നു. ഇവൻ 50 ഡിഗ്രി, ഇവൻ 60 ഡിഗ്രി.
ഇവിടെ നോക്കിക്കേ, ഒരു ത്രികോണത്തിന്റെ ഒരു ട്രയാങ്കിളിന്റെ ഒരു വശവും ആ വശത്തിന് അതേ വശത്തിന് അറ്റത്തുള്ള രണ്ട് കോണുകൾ രണ്ട് ആംഗിൾസും എന്തിനോട് തുല്യമാണ്? മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും അതേ വശത്തിന്റെ രണ്ട് അറ്റത്തുമുള്ള കോണുകളോട് തുല്യമാണെങ്കിൽ ഇവർ എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ദാ ഇവിടെ ASA എന്ന് പറയുന്ന തിയറം വരുന്നത്. ASA, എസ് എന്ന് പറയുന്നത് സൈഡ് അല്ലെ, നടുക്കുള്ളത് സൈഡ്, അതായത് നടുക്കുള്ളത് സൈഡ്. ആൻഡ് ആ സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിൾ, ഈ ഒരു സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിൾ ഇവിടെ 50ഉം 60ഉമാണ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കുക, ഇവിടെയും ഒരു സൈഡ് 5 സെന്റിമീറ്റർ തന്നെയാണ്, ഇവിടെയും 5 ഇവിടെയും 5. ഈ 5 സെന്റിമീറ്ററിന് അറ്റത്തുള്ള രണ്ട് ആംഗിൾസും 50ഉം 60ഉം തന്നെയല്ലേ? സോ ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. തെറ്റിപ്പോവരുത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു 60 ഡിഗ്രി എന്ന് തരും അല്ലെ. ഇവിടെ 60 ഡിഗ്രി എന്ന് തന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, നമുക്ക് ASA എന്ന് പറയുന്ന തിയറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കിക്കേ. നമുക്ക് വേണ്ടത് നോക്കുമ്പോൾ ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ഉണ്ട്, 60 ഡിഗ്രി 50 ഡിഗ്രി ഉണ്ട്. സെയിം ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ഉണ്ട്, 60 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ തിയറം പ്രകാരം, ASA പ്രകാരം സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിൾ ഈക്വൽ ആവണം. ഈ ഒരു 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈഡിന് ഒരറ്റത്ത് 50 ഡിഗ്രി ആണെങ്കിൽ മറ്ററ്റത്തും ഇതേ ആംഗിൾ തന്നെ ആവണം. എന്നാൽ മാത്രമേ ASA നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു തിയറവും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് തിയറത്തിലോട്ട് പോയാലോ നമുക്ക്? അതാണ് SAS. എന്താണ് SAS? ഇനിയിപ്പോൾ അല്ലേ, കൂടുതൽ ഞാൻ കഥ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എസ് എന്ന് പറയുന്നത് സൈഡ് ആണെന്ന് അറിയാം. ആൻഡ് ഇവിടെയും സൈഡാണ്. ആൻഡ് ഇവിടെ നടുക്ക് വന്നിരിക്കുന്നത് ആംഗിൾ. വീണ്ടും മിസ് രണ്ട് ട്രയാങ്കിൾസ് വരക്കുന്നുണ്ട്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും രണ്ട് സൈഡും ആ രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിൾ, ഇടയിലുള്ള ആംഗിൾ അല്ലെ. അപ്പൊ രണ്ട് സൈഡ് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, ഇവൻ ഒരു 4 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെയും ഒരു 5 സെന്റിമീറ്റർ, ഇവിടെയും ഒരു 4 സെന്റിമീറ്റർ വരക്കുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും രണ്ട് സൈഡ്സ് എന്തായി? ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നോക്കാം, രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിൾ, അവർക്കിടയിലുള്ള കോൺ കൂടി തുല്യമാകണം. അപ്പോൾ ഈ ഒരു 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററിന്റെയും ഇടയിലുള്ള ഈ ഒരു ആംഗിൾ ഞാനിപ്പോൾ ഒരു 50 ഡിഗ്രി കൊടുക്കുന്നു. എന്തിനോട് തുല്യമാവണം? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡും അതിനിടയിലുള്ള കോണിനോടും തുല്യമാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് SAS തിയറം പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ 3 തിയറംസും? ഓക്കെ ആണല്ലോ. ഈ രണ്ട് സൈഡും 4ഉം 5ഉം, ഇവിടെയും 4ഉം 5ഉം. ആൻഡ് അവർക്ക് ഇടയിലുള്ള ആംഗിൾ ആണ് 50 ഡിഗ്രി. ഇവിടെയും അവർക്ക് ഇടയിലുള്ള ആംഗിൾ കോണാണ് 50 ഡിഗ്രി വന്നിരിക്കുന്നത്. സോ SAS പ്രകാരം ഈ ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. ജസ്റ്റ് മിസ് ഈ തിയറംസ് മാത്രമേ പറഞ്ഞു പോയുള്ളൂ. ഇനി ഈ ഒരു തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലൂടെ തന്നെ ചെയ്തു പോകാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മിസ് ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ തിയറംസ് 3 തിയറംസ് വെച്ചിട്ടുള്ള പ്രൂഫ് ക്വസ്റ്റ്യൻസും ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാമാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കായ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ആംഗിൾസ് ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി ആംഗിൾസ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ആരൊക്കെയാണെന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ്. അപ്പോൾ ഈ ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നോക്കിയാലോ, തുല്യ ത്രികോണങ്ങളാണോ എന്ന് നോക്കിയാലോ? നോക്കിക്കളയാം അല്ലേ. നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. SSS അല്ലെ, ASA ആൻഡ് SAS. ഈ 3 പേരുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ വെറൈറ്റി പേരാണ് LMNും XYZ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ 3 ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് 3 ട്രയാങ്കിൾസിൻ്റെയും സൈഡ് വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ സൈഡാണ് ഈക്വൽ ആയിട്ട് വരുന്നത്.
എൻ എൽ എന്ന് പറയുന്ന സൈഡ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എൻ എൽ എന്ന് പറയുന്ന സൈഡ് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നതും 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ രണ്ടുപേരും 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് രണ്ടുപേരും ഈക്വൽ ആണല്ലോ, ഈക്വൽ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ മിസ് എഴുതിക്കോട്ടെ, എൻ എല്ലും എക്സ് വൈയും ഈക്വൽ ആണ്, കാരണം രണ്ടുപേരും 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് എഴുതാൻ പോകുന്നു, ഈ 2 ആളുകളും 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 2 ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ എൽ എം എൻ അല്ലെ, ട്രയാങ്കിൾ എൽ എം എൻ എന്ന് പറയുന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ്, ഈ 2 ട്രയാങ്കിൾസിലും ഒരു സൈഡ് ഈക്വൽ ആയിട്ട് വന്നു. ഏതൊക്കെയാണ്? എൻ എൽ എന്ന് പറയുന്ന സൈഡും എൻ എല്ലും അതുപോലെ തന്നെ ഇവിടെ എക്സ് വൈയും ഈക്വൽ ആണ്. അതിന്റെ കാരണം രണ്ടുപേരും എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഇതാ എൽ എം എന്ന് പറയുന്ന സൈഡ്. എൽ എം എന്ന് പറയുന്ന സൈഡ് 3 സെന്റിമീറ്റർ ആണ്. മിസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പല പല കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൽ എം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതേ 3 സെന്റിമീറ്റർ അപ്പുറത്തും ഉണ്ടല്ലോ. ആരാണ്? വൈ ഇസഡ്, അവനും എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ രണ്ടുപേരും ഈക്വൽ ആണ് നമുക്ക് എഴുതാലോ. എൽ എമ്മും അതുപോലെ തന്നെ വൈ ഇസഡും ഈക്വൽ ആണ്. അപ്പൊ മിസ് അത് കൂടി എഴുതാൻ പോകുന്നു. യെസ്, എൽ എം ഈക്വൽ ടു വൈ ഇസഡ്, രണ്ടുപേരും എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. സോ 2 പേരുടെയും ലെങ്ത് ഈക്വൽ ആണ്, അവർ ഈക്വൽ ആണ്, തുല്യമാണെന്ന് എഴുതി. ഇനി മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ആരാണ്? നെക്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എം എൻ എന്ന് പറയുന്ന സൈഡ്. അത് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലെ. എം എൻ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതേ 4 സെന്റിമീറ്റർ ഇപ്പുറത്തുണ്ടല്ലോ. ആരാണ്? എക്സ് ഇസഡ് എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ ആണ്. സോ ഇവർ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണെന്ന് എഴുതാലോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ എം എന്നും എക്സ് ഇസഡും ഈക്വൽ ആണ്. അപ്പൊ അതുകൂടി എഴുതിയേക്കാം. എം എന്നും അതുപോലെ തന്നെ എക്സ് ഇസഡും ഈക്വൽ ആണ്, കാരണം രണ്ടുപേരും എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ നോക്കിക്കേ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിനോടും ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് തിയറം വെച്ചാൽ എസ് എസ് എസ്, സൈഡ് 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 അല്ലെ, 3 വശങ്ങളും തുല്യമായി രണ്ടുപേരുടെയും. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് എഴുതാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് എഴുതാം. ഈ ഒരു തിയറം നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എസ് 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 തിയറം, ആ ഒരു തിയറം നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. എന്താണ്? 3 sides of a triangle is equal to the 3 sides of another triangle, then these triangles are എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമാണെങ്കിൽ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ജസ്റ്റ് അതൊന്ന് എഴുതുന്നുണ്ട്. ബൈ എസ് 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 അല്ലെ, സൈഡ് സൈഡ് സൈഡ്, ദീസ് ട്രയാങ്കിൾസ് ആർ അല്ലെ, ദീസ് ട്രയാങ്കിൾസ് ആർ, ഈ ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാണ്? These triangles are equal triangles, തുല്യ ത്രികോണങ്ങളാണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഈക്വൽ ആയിട്ട് വരുന്ന വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. എന്താ മിസ് പറഞ്ഞത്? ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഓൾസോ ഈക്വൽ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ല ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 2 സെന്റിമീറ്റർ എടുക്കാം. ഓക്കെ, ഈ ഒരു 2 സെന്റിമീറ്ററും ഈ ഒരു 2 സെന്റിമീറ്റർ, ഈ 2 സൈഡും ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 സെന്റിമീറ്റർ ആയ എൽ എൻ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ 2 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായോ? ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ അതാ നോക്കിക്കേ, ഈ ഒരു പച്ച ലൈനെതിരെ വരുന്ന ഈ ഒരു ആംഗിൾ എം അല്ലെ, ആംഗിൾ എം എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ പച്ച ലൈനെതിരെ വരുന്ന ആംഗിൾ ഇസഡിനോട് ഈക്വൽ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് എഴുതിയേക്കാലോ. ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ M is equal to angle Z. കാരണം എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്ററിന് എതിരെ വരുന്ന കോണാണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഏതായിരിക്കും നമുക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്? ജസ്റ്റ് മിസ് ഒന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അതായത് ആംഗിൾ എൻ എന്ന് പറയുന്ന ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെയും ഈ ഒരു 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. തുല്യമായിട്ട് വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ എന്നും ആംഗിൾ എക്സും ഈക്വൽ ആണെന്ന് എഴുതാലോ നമുക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ മിസ് എഴുതാൻ പോകുന്നു. ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. ഇതും എന്താന്ന് പറയാം? 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് എതിരെ വരുന്ന കോണുകളാണ്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂന്നാമത്തെ ആംഗിൾ ആയ ആരൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? നമുക്ക് ഏതാ കളർ എടുത്തത്? ഓക്കെ, ബ്ലൂ കളറാണ് എടുത്തത്. ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എല്ലും അതുപോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ വൈയും എന്താ തന്നെയായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവനെയും കൂടി ഞാൻ എഴുതാൻ പോകുന്നു. ആംഗിൾ എല്ലും ആംഗിൾ വൈയും ഓൾസോ ഈക്വൽ. ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ വൈ, ആംഗിൾ ഓപ്പോസിറ്റ് ടു 4 സെന്റിമീറ്റർ. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ കോണുകളാണ് ഇവിടെ തുല്യമായിട്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എസ് തിയറം എന്താണെന്ന് പക്കായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെയും 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലെ. എല്ലാത്തിലും പിന്നെ ട്രയാങ്കിൾസ് ഉണ്ടാവുമല്ലോ. യെസ്, ഇൻ ട്രയാങ്കിൾസ് ഷോൺ ബിലോ. ഓക്കെ, 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. താഴെ ഉണ്ട്. നമുക്കൊന്ന് എടുത്ത് വരച്ചേക്കാം അല്ലേ. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മിസ് എടുത്ത് വരക്കുന്നുണ്ട്. ABC ആൻഡ് അവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആയിക്കോട്ടെ. ഇനി നെക്സ്റ്റ് വൺ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. PQR. ഓക്കെ, PQR. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. കാൽക്കുലേറ്റ് ആംഗിൾ സി. ഓക്കെ, ആംഗിൾ സി നമുക്ക് തന്നിട്ടില്ല. ആംഗിൾ സി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ക്വസ്റ്റിലേക്ക് വരാം അല്ലേ. ഓക്കെ, അപ്പോൾ ആംഗിൾ സി മിസ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഈ ആംഗിൾ സി എന്ന് പറയുന്നത് നോക്കിക്കേ, മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ 3 ആംഗിൾസും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് ഈ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ മിസ് എഴുതാൻ പോകുന്നു, ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ട് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. അപ്പോൾ മിസ് ഇവിടെ ആംഗിൾ എക്ക് പകരം 40 ഡിഗ്രി എന്ന് കൊടുത്തു. പ്ലസ് ആംഗിൾ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബിക്ക് പകരം 60 ഡിഗ്രി കൊടുത്തു. പ്ലസ് ആംഗിൾ സി. ആംഗിൾ സി അറിയാമോ നമുക്ക്? ഇല്ല, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയത്തില്ല. നമുക്ക് ആംഗിൾ സി എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അതുപോലെ തന്നെ മിസ് എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, 40 + 60 എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി. പ്ലസ് ആംഗിൾ സി അറിയില്ല, അതുപോലെ തന്നെ എഴുതി, ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി ആംഗിൾ സി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ സീനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ +100നെ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ +100 ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയാൽ ഇനി അവിടെ ആര് മാത്രമേ ബാലൻസ് ഉള്ളൂ? ആംഗിൾ സി മാത്രമേ ഉള്ളൂ അല്ലേ. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 180 ഡിഗ്രി മിസ് അവിടെ ഓൾറെഡി എഴുതുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ആരാ അപ്പുറത്തേക്ക് പോയത്? 100 അല്ലെ. പ്ലസ് എന്നുള്ളത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുന്ന പഠിച്ചിരിക്കുന്നേ? മൈനസ് ആകും. അപ്പൊ -100 എന്ന് വന്നു. ഓക്കെ, ഇതാ ആംഗിൾ സി കിട്ടി. എത്ര ഡിഗ്രിയാണ്? 180ൽ നിന്ന് 100 പോയാൽ 80 ഡിഗ്രി. കണ്ടോ, എളുപ്പത്തിൽ കിട്ടിയത് കണ്ടോ? ഇവനെ നോക്കി വെച്ചോളൂ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇനി വലിയ ക്ലാസ്സിലും പഠിക്കാൻ വരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്ര ഡിഗ്രി കിട്ടി? 80 ഡിഗ്രി വന്നു. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓൾ ആംഗിൾസ് ഓഫ്. ഓക്കെ, ആംഗിൾ സി മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. PQR എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾസിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? AB എന്ന് പറയുന്നതും QR എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആണ്. BC യും RP യും ഈക്വൽ ആണ്. CA യും PQ യും ഈക്വൽ ആണ്.
ക്വസ്റ്റ്യനിൽ 3 വശങ്ങളും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്, 2 ത്രികോണങ്ങളുടെയും 2 ട്രയാങ്കിൾസിന്റെയും. അതിൽ രണ്ടുപേരെയും നമുക്കൊന്ന് അടയാളപ്പെടുത്തിയാലോ? നേരത്തെ മിസ് കളർ വെച്ച് അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. എ ബി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എ ബിയും ക്യു ആറും അടയാളപ്പെടുത്താം. ഇവിടെ തന്നെ അടയാളപ്പെടുത്തുവാണെങ്കിൽ മിസ് എ ബി എന്ന് പറയുന്ന സൈഡ് മിസ് റെഡ് കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും തുല്യമായതുകൊണ്ട് അവർക്ക് സെയിം കളർ കൊടുത്തു. ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? സെറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബി സിയും ആർ പിയും ഈക്വൽ ആണ്. ഓക്കെ, ബി സി ആൻഡ് ആർ പി ഈക്വൽ ആണ്. ബി സി എന്ന് പറയുന്നത് ഈ ഒരു സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും ആർ പി എന്ന് പറയുന്ന സൈഡ് ഇവനും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് കളർ കൊടുക്കാന്നൊക്കെ ഒരു ഗ്രീൻ കൊടുത്തേക്കാം. ഓക്കെ, ഇനി സി എ ആൻഡ് പി ക്യു ഈക്വൽ ആണ്. അപ്പോൾ സി എ എന്ന് പറയുന്നത് മൂന്നാമത്തെ വശവും അതുപോലെ തന്നെ പി ക്യു എന്ന് പറയുന്നത് ഈ സൈഡും ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി സിയുടെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പി ക്യു ആറിൻ്റെ ആംഗിൾസും കണ്ടുപിടിക്കണം. ഈ 2 ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട് എസ് പ്രകാരം ഈ 2 ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സൈഡിന് അല്ലെ ഒരേപോലെ വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്താ സെയിം ആണ്. ഒരേപോലെ വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താലോ? കുറച്ച് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ? അതാ നമുക്ക് നോക്കാം. ഇവിടെ റെഡിന് അല്ലെങ്കിൽ ഗ്രീനിന് ഓപ്പോസിറ്റ് വരുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ഗ്രീനിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആറും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതി. ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് റെഡ് കളറിന് ഓപ്പോസിറ്റ് വരുന്നത് ആരാന്ന് നോക്കാം. ഇവിടെ റെഡിന് ഓപ്പോസിറ്റ് വരുന്നത് 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ റെഡിന് ഓപ്പോസിറ്റ് വരുന്നതും എത്ര ഡിഗ്രി ആയിരിക്കും? 80 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി രണ്ടുപേരും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ അല്ലേ, നീലയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 40 ആണെങ്കിൽ ഇവിടെയും നീലയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചു അല്ലേ? ആംഗിൾസ് എടുത്ത് എഴുതാലോ നിങ്ങൾക്ക്? ഇനി എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് മിസ് എഴുതി തരാം. ഇത്രേ ഉള്ളൂ. ഇവിടെ ആംഗിൾ എ 40, ആംഗിൾ ക്യൂ 40. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് വന്നു. എടുത്ത് എഴുതാൻ സുഖമല്ലേ? നോക്കാം. ഇനി ആംഗിൾ ബി 60 ഡിഗ്രി, ആംഗിൾ ആർ 60 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ ആറും രണ്ടുപേരും 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ആംഗിൾ സിയും ആംഗിൾ പിയും 80 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? തിയറംസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ? ഇപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റെഡി? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിൾസ് ഇത്ര നേരം വേറെ തന്നിരുന്നു. ഇതിപ്പോൾ സയാമീസിനെ പോലെ ഒട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ 2 ട്രയാങ്കിൾസ്. എന്താണ് പറയുന്നത് നോക്കാം. ദി ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻടു 2 ട്രയാങ്കിൾസ്. ഓക്കെ, വെയിറ്റ്. അതിനു മുൻപ് എന്താണ് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? അല്ലെ, എന്താ ചതുർഭുജം എന്ന് പറഞ്ഞാൽ? ഇത്രേ ഉള്ളൂ. 4 വശങ്ങളും 4 ആംഗിൾസും വരുന്ന, 4 സൈഡ്സും 4 കോണുകളും വരുന്ന ഏതൊരു ഫിഗറിനെയും നമ്മൾ പറയുന്ന പേരാണ് ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, നമുക്കറിയാം സമചതുരം എന്ന് പറയുന്നത് 4 സൈഡ് ഉണ്ട്, അവനൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. റെക്റ്റാങ്കിൾ ഇവനൊരു ചതുർഭുജമാണ് അല്ലെ, 4 വശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ചതുർഭുജം എന്ന് പറയാം, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. അങ്ങനെ ട്രപ്പീസിയം, റോംബസ്, പാരലലോഗ്രാം ഇതെല്ലാം നമുക്ക് ചെറിയ ക്ലാസ്സിൽ കുഞ്ഞി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. ഓക്കെ, ഈ 4 സൈഡുള്ള ഏത് ഫിഗറിനെയും നമ്മൾ എന്ത് പറയുന്നു? ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം എന്ന് പറയുന്നു. ഇനി അപ്പോൾ ക്വാഡ്രിലാറ്ററൽ അറിയാം. ഇനി ഇവിടെ ഒരു ഡയഗണൽ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലേ. എന്താണ് ഡയഗണൽ വികരണം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ യോജിപ്പിക്കുന്ന ഈ വരയെയാണ് എന്ത് പറയുന്നത്? ഡയഗണൽ അഥവാ വികരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഡയഗണൽ എത്ര ഡയഗണൽ വരക്കാം? 2 എണ്ണം വരക്കാം അല്ലെ. ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന അല്ലെ, എതിർ മൂലകൾ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന ഈ ഒരു വരയാണ് ഡയഗണൽ വികരണം. അറിയാത്തവരുണ്ടാകാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇനി മറക്കരുത് കേട്ടോ എന്താണ് ഡയഗണൽ. ഇനി നമുക്ക് വലിയ ക്ലാസ്സിൽ ഇവനെല്ലാം ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് നമുക്കൊന്ന് പേര് കൊടുത്തേക്കാം. ABCD. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അല്ലേ ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ യോജിപ്പിച്ച് AC എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് ഇവൻ്റെ എന്താണ്? ഡയഗണൽ അഥവാ വികരണമാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഈ AC എന്ന് പറയുന്ന ലൈൻ അഥവാ വികരണം വരച്ചപ്പോൾ മേളിലും താഴെയും 2 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, 2 ട്രയാങ്കിൾസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അല്ലേ, 2 ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡു ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദി സെയിം ആംഗിൾസ് വൈ? ഓക്കെ, ഈ 2 ട്രയാങ്കിൾസിലും മേളിലും താഴെയുള്ള ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണോ? ഓക്കെ, എല്ലാ ആംഗിൾസ് സെയിം ആണോ? എന്തുകൊണ്ട് സെയിം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം തിങ്, നമുക്ക് ആംഗിൾസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. തൊട്ട് മുന്നേ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് എങ്ങനെയാണ്? സൈഡുകൾ സെയിം ആണെങ്കിൽ അല്ലേ, അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തെളിയിക്കണം? ഇവർ 2 പേരും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് തെളിയിക്കണം. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് വശത്തിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫിഗർ മിസ്സസ് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. യെസ്, ABC എന്ന് പറയുന്ന കുറച്ചൊന്ന് ഷേപ്പൊക്കെ മാറിപ്പോകും. കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊന്ന് വഞ്ചി പോലെയോ? ഓക്കെ, യെസ്, ഓക്കെ. ABCD ആൻഡ് അളവുകൾ തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ, ഇവൻ 4 സെൻറ്റിമീറ്റർ, ഇവൻ 3 സെൻറ്റിമീറ്റർ ആൻഡ് ഇവൻ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് മേളും താഴെയും 2 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 2 ട്രയാങ്കിൾസിന് നമുക്കൊന്ന് പേര് കൊടുത്തേക്കാം. ഒന്ന് മാറ്റി വരക്കണോ? വേണ്ട, ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, 2 ട്രയാങ്കിൾസ് ഉണ്ട്. മേളിലെ ട്രയാങ്കിൾ ABC. അപ്പോൾ മിസ് ജസ്റ്റ് ഒന്ന് 2 ട്രയാങ്കിൾ ഒന്ന് വേറെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ദാ മേളിലുള്ള ട്രയാങ്കിളാണ്. കണ്ടോ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ദാ മേളിലുള്ള ഈ ഒരു ട്രയാങ്കിളാണ്. ആൻഡ് ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ താഴെയും വരുന്നുണ്ട് അല്ലേ. അവന് നമുക്കൊരു പച്ച കളർ കൊടുത്തേക്കാം. ADC എന്ന് പറയുന്ന ആൾ താഴെയും വരുന്നുണ്ട്. ഇവ 2 പേരും ഈക്വൽ ആണോ? ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ താഴെയും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് ഒന്ന് കളറിലായിട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ 2 ട്രയാങ്കിൾസ് നമുക്ക് ഇനി സുഖമായിട്ട് എടുത്ത് എഴുതാം. 2 ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് യെസ്, ട്രയാങ്കിൾ ABC, അതായത് മേലുള്ള ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ADC, താഴെയുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവൻ ഈക്വൽ ആണോ നോക്കാം. അതെ, ഇവിടെ AB എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ഉണ്ട്, AD എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. 2 പേരും ഈക്വൽ ആണല്ലോ. അപ്പോൾ അത് എഴുതാൻ പോകുന്നു. AB എന്ന് പറയുന്ന സൈഡും AD എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്, കാരണം 2 പേരും 4 സെൻറ്റിമീറ്റർ ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നെക്സ്റ്റ് വൺ, BC എന്ന് പറയുന്ന സൈഡും DC എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്, കാരണം 2 പേര് എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ ആണ്. സോ അവർ 2 പേരും ഈക്വൽ ആണെന്ന് പറയാം. BC ഈക്വൽ DC, 2 പേരും 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നോക്കിയേ, 2 ട്രയാങ്കിൾസിൻ്റെയും 2 സൈഡ് ഈക്വൽ ആയി. ഒരു സൈഡും കൂടി ഈക്വൽ ആയാൽ നമുക്ക് SSS പ്രകാരം 2 പേരും ഈക്വൽ ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് AC ആണ്. അതേ AC തന്നെയല്ലേ ഇവിടുത്തെ സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പേരും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരേ സൈഡാണ് 2 പേർക്കും മൂന്നാമത്തെ സൈഡായിട്ട് വന്നിരിക്കുന്നത്. സോ AC ഈക്വൽ ടു AC എന്താണ്? കോമൺ സൈഡ് അല്ലേ. 2 ട്രയാങ്കിൾസിലും എന്താ ഒരേപോലെ വരുന്ന ഒരു വശമാണ് AC. സോ നോക്കിക്കേ, 3 സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ SSS പ്രകാരം ബൈ SSS റൂൾ എന്ത് പറയാം നമുക്ക്? ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഞാൻ ഷോർട്ടാക്കി എഴുതുക കേട്ടോ. എന്താണ്? ഈ 2 ത്രികോണങ്ങളും മേളും താഴെയുള്ള ത്രികോണങ്ങളെല്ലാം എന്താണ്? തുല്യ ത്രികോണങ്ങളാണെന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ആംഗിൾസ് ഈക്വൽ ആണോ എന്നല്ലേ, ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതുകൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു 4ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേപോലെ വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾസ് എഴുതാൻ അറിയാലോ. ആംഗിൾ ACB എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ ACD എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിനോട് ഈക്വൽ ആണെന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. 2 പേരും എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു 4 സെൻറ്റിമീറ്റർ. അത് ബ്രാക്കറ്റിലായിട്ട് എഴുതാം കേട്ടോ.
ആംഗിൾ ഓപ്പോസിറ്റ് ടു 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന എന്താ കോണാണ്, ആംഗിളാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം. ഇനി 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഇവിടെ 3ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും എന്താണ്, ഈക്വൽ ആണെന്ന് എഴുതാലോ. ഓക്കെ അല്ലേ, രണ്ടുപേരും 3 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന കോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ എങ്ങനെ എഴുതാം, ആംഗിൾ CAB, ആംഗിൾ CAB എന്തിനോട് ഈക്വൽ ആണ്, ആംഗിൾ CADയോട് ഈക്വൽ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന എന്താണ്, കോൺ, ആംഗിൾ ആണ്. ഇനി മൂന്നാമത്തെ സൈഡായ AC അല്ലേ, ലാസ്റ്റ് വൺ ആണ്. AC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ Bയും AC-യുടെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടുത്തെ ആംഗിൾ Dയും ഈക്വൽ ആണ്. ആംഗിൾ Bയും ആംഗിൾ Dയും ഈക്വൽ ആണ്. കണ്ടോ, ഈക്വൽ ആയിട്ട് എന്ത് വന്നു, രണ്ട് ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ്, കോണുകൾ നമ്മൾ എഴുതി, തുല്യമായിട്ട് വരുന്നത് എഴുതി. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD ആർ ഈക്വൽ ട്രയാങ്കിൾസ്. സോറി, ABD അല്ല, ACD ഈക്വൽ ട്രയാങ്കിൾ. സോ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, തുല്യമായി വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമാണ്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, സിമ്പിളായി തന്നെ ആ ഒരു ലോജിക് അല്ലെങ്കിൽ ആ ഒരു തിയറംസ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ സിമ്പിളായി തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ. ഓക്കെ, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ റൈറ്റ് ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈക്വൽ ആയിട്ട് വരുന്ന സൈഡുകൾ എഴുതണം. ഓക്കെ, ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഈക്വൽ ആയിട്ട് വരുന്ന വശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാ വശങ്ങളും തന്നിട്ടുണ്ടോ? ഇത്രയും നേരം നമുക്ക് എല്ലാ സൈഡ് വെച്ച് അല്ലെ S വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തത്. ഇവിടെ നമുക്ക് തോന്നുന്നു സെക്കൻഡ് തിയറം എടുക്കണം അല്ലേ. ഇവിടെ നോക്കിക്കേ, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ, ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതാ PQRൻ്റെ ഒരു സൈഡും എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് അറ്റത്തുമുള്ള ആംഗിൾ, അതായത് ഒരറ്റത്ത് 50 ഡിഗ്രി, ഒരറ്റത്ത് 70 ഡിഗ്രി. അപ്പുറത്തെ ട്രയാങ്കിൾ നോക്കാം, ഒരറ്റത്ത് 50 ഡിഗ്രി, ഒരറ്റത്ത് 70 ഡിഗ്രി. ഇത് എവിടെയെങ്കിലും പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? മറന്നുപോയില്ലല്ലോ. എന്താണ്? നടുക്ക് സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിൾ അല്ലേ. ഈ സൈഡും രണ്ടറ്റത്തുമുള്ള ആംഗിളും രണ്ടുപേരുടെയും എന്താണ്? ഈക്വൽ ആണ്. സോ നമ്മുടെ ASA പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി, സെക്കൻഡ് തിയറമാണ് ഇവിടെ വന്നിരിക്കുന്നത്. SSS മാറി ASA റൂളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് എടുത്ത് എഴുതിയേക്കാം. നമുക്ക് ഓൾറെഡി ഒരു സൈഡ് അറിയാം, 3 സെൻറ്റിമീറ്റർ ആണ്. AB എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ RQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. രണ്ട് പേരും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് എടുത്ത് എഴുതിയാലോ. AB ഈക്വൽ ടു RQ. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR അല്ലേടാ. PQR. ഇവിടെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സൈഡ്? ABയും RQവും. അപ്പോൾ AB ഈക്വൽ ടു RQ. കാരണം രണ്ട് പേരും എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. ഇനി ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ ആംഗിൾ A എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ Rനോട് ഈക്വൽ ആണ്. ആംഗിൾ A is equal to ആംഗിൾ R. രണ്ട് പേരും 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആംഗിൾ Bയും ആംഗിൾ Qവും 70 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q. രണ്ട് പേരും 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ടറ്റത്തുമുള്ള ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ടറ്റത്തുമുള്ള ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പോൾ ബൈ ആംഗിൾ സൈഡ് ആംഗിൾ. ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് മിസ് പറഞ്ഞതുപോലെ തന്നെ അല്ലേ. എന്താണ്? 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ് at its end is equal to the
എന്താണ് one side and angles at its end of an another triangle okay is എന്താണ് ഈക്വൽ ആണെങ്കിൽ then these triangles are എന്ത് പറയാം equal triangles okay നിങ്ങളുടെ ഓൺവേർഡ്സിൽ എഴുതാവുന്നതുള്ളൂ കേട്ടോ എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും ആ സൈഡിന് okay at its end ആ സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിളിനോടും ഈക്വൽ ആവണം കേട്ടോ okay ആ ഒരു പോയിന്റ് വിട്ടുപോയത് ഓൺവേർഡ്സിൽ എഴുതുമ്പോൾ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം കേട്ടോ okay അപ്പോൾ ബൈ ASA റൂൾ പ്രകാരം നമുക്ക് എന്ത് പറയാം these triangles are equal triangles ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് സോറി ഡബിൾ അണ്ടർലൈൻ ചെയ്യാൻ വരട്ടെ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് കിട്ടി ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സൈഡുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു 50 ഡിഗ്രി 60 70 ഡിഗ്രി ഇവിടെയും 50 70 അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ മൂന്നാമത്തെ ആംഗിൾസ് കണ്ടുപിടിച്ച് പോകണം എന്നില്ല അപ്പോൾ AB-യും RQവും ഈക്വൽ ആണ് അപ്പോൾ നമുക്കൊന്ന് എഴുതിയേക്കാം AB ഈക്വൽ ടു RQ ഇനി ഇവിടെ 50-ന് ഓപ്പോസിറ്റ് വരുന്നത് BC ആണ് ഓക്കെ അപ്പോൾ BC ഇവിടെ 50-ന് ഓപ്പോസിറ്റ് വരുന്നത് PQവിനോട് ഈക്വൽ ആയിരിക്കും PQ എന്ത് എഴുതാം സൈഡ് ഓപ്പോസിറ്റ് ടു 50 ഡിഗ്രി 50 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം ഇനി മൂന്നാമത്തെ സൈഡായ ഏതാണ് 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന AC-യും ഇവിടെ 70-ന് ഓപ്പോസിറ്റ് വരുന്ന PQവും ഈക്വൽ ആണ് അല്ലേ AC ഈക്വൽ ടു PQ അല്ല PR AC ഈക്വൽ ടു PR രണ്ടുപേരും 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഇത്രയേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഏത് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി തന്നെ നമുക്ക് എന്തിലേക്ക് കിടക്കാം ആൻസറിലേക്ക് കിടക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പെൻഡഗണൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം സിമ്പിൾ ആണ് ബട്ട് നമ്മൾ കുറച്ചധികം പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ആൻഡ് പല മെത്തേഡ്സിൽ ഇത് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്താ പറയുന്നത് ഇൻ ദി പിക്ചർ ദി ടോപ്പ് two sides of a top two sides and the bottom side of a pentagon okay ഒരു പെൻഡഗൺ ആണ് തന്നിരിക്കുന്നത് 5 സൈഡ് ഉണ്ട് with equal angles and equal sides okay are extended to form a triangle okay ഒരു പെൻഡഗൺ തന്നിട്ടുണ്ട് നമുക്ക് പേര് കൊടുത്തേക്കാം ഒരു മിനിറ്റ് ABCDE അപ്പോൾ ഈ ഒരു പെൻഡഗണിൻ്റെ ഈ മൂലകളെല്ലാം ഈ സൈഡുകളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് PQ എന്നുകൂടി അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ആർ ദി സൈഡ്സ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഓൺ ദി ലെഫ്റ്റ് ഈക്വൽ ടു ദി സൈഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഓൺ ദി റൈറ്റ് വൈ ഇത്രേ ഉള്ളൂ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ട്രയാങ്കിളും റൈറ്റിൽ കാണുന്ന ട്രയാങ്കിളും ഈക്വൽ ആണോ എന്തുകൊണ്ട് ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈക്വൽ ആണോ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങളുണ്ട് SSS ASA SAS ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവനൊന്ന് വരച്ച് തന്നെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നു ആൻഡ് ഇതാ വരക്കട്ടെ മിസ് ഒന്ന് വരച്ചോട്ടെ ഓക്കെ ഒരു ട്രയാങ്കിൾ ഇതാ നീട്ടി വരച്ചിട്ടുണ്ട് ദെൻ ഓക്കെ ഇപ്പോൾ ഒരു പെൻഡഗൺ ആയില്ലേ കുഴപ്പമില്ലല്ലോ ഓക്കെ ദാ ABCDE and PQ ഓക്കെ അപ്പോൾ ഇതൊരു റെഗുലർ പെൻഡഗൺ ആണ് അപ്പോൾ നമുക്കറിയാം റെഗുലർ പെൻഡഗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്ന വശവും അതുപോലെ BC എന്ന് പറയുന്ന വശവും അല്ല ഇവൻ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 3 ആണ് ഇവനും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവനും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻഡ് ഇവനും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് ദാ ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളും ഈക്വൽ ആണോ തുല്യമാണോ എന്ന് നമുക്ക് തെളിയിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച 3 പ്രോപ്പർട്ടി ഉണ്ട് 3 പേരിൽ ആരെങ്കിലും ഒരാൾ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ഇവർ എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓൾറെഡി ഇതിവിടെ മാർക്ക് ചെയ്തതിൽ കണ്ടുപരിചയം ഉണ്ടാവും അല്ലേ അല്ല കണ്ടുപരിചയമല്ല കണ്ടുപിടിച്ചിട്ടുണ്ടാവും നിങ്ങൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പേരൊന്ന് എടുത്ത് എഴുതിയേക്കാം അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ BCP ഓക്കെ ഈ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ BCP ആൻഡ് ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ
EQD. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ട് വരുന്ന ആളുകളെല്ലാം നമുക്കൊന്ന് എടുത്ത് എഴുതിയേക്കാം. ദ BC എന്ന് പറയുന്ന സൈഡും ED എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. സോ അത് പെൻറ്റഗണിൻ്റെ സൈഡാണ്, അത് ഈക്വൽ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മാർക്കും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം BC ഈക്വൽ ടു DE. ഓക്കെ, സൈഡ്സ് ഓഫ് എ പെൻറ്റഗൺ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ഈ ഒരു ആംഗിളും, അതായത് നമ്മുടെ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും അതുപോലെ തന്നെ ഇപ്പുറത്ത് നീട്ടി വരച്ചിരിക്കുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഔട്ടർ ആംഗിൾസ് എന്താണ്? സെയിം ആണ്. സോ നമുക്ക് നേരെടുത്ത് എഴുതാലോ. അപ്പോൾ ആംഗിൾ PBC എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ QED എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. ഔട്ടർ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ, പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾ പുറം കോണാണ്. ഓക്കെ ആണല്ലോ. സെയിം തിങ് നമുക്ക് ദാ ഇവിടെയും എഴുതാലോ. ദാ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് താഴത്തെ ഉള്ള ആൾ, ദാ ഈ ഒരു ആംഗിൾ എന്താണ്? BCP എന്ന് പറയുന്ന ആംഗിളും അതുപോലെ തന്നെ EDQ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും ഇവനും ദാ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾ അല്ലേ? ഈ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കൂടി എഴുതാലോ. അപ്പോൾ ദാ വീണ്ടും മിസ് എഴുതാൻ പോകുന്നു. ആംഗിൾ PCBയും ആംഗിൾ QDEയും ഈക്വൽ ആണ്. ഇവർ രണ്ടുപേരുടെയും കാരണം ഇതാണ്, ഔട്ടർ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ ആർ ഈക്വൽ. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. അപ്പോൾ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ആ സൈഡിന് രണ്ടറ്റത്തുമുള്ള ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ടറ്റത്തുമുള്ള ആംഗിളിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഏത് തിയറമാണ് നമ്മളുടെ പറഞ്ഞിരിക്കുന്നത്? അല്ലെ, സൈഡും രണ്ടറ്റത്തുമുള്ള ആംഗിൾ, ഇവിടെയും സൈഡ് ഈ രണ്ടറ്റത്തുമുള്ള ആംഗിളിനോട് ഈക്വൽ ആണ്. സോ ബൈ ASA ഈ ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, വൈ എന്ന് പറയുന്നുണ്ട് ഈ ASA എന്ന് പറയുന്ന റൂള് അല്ലേ? ആ ഒരു തിയറം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിളായി തന്നെ അല്ലെ, ഫിഗർ കാണുമ്പോൾ പേടിച്ചറിയും വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ അല്ലെ ക്വസ്റ്റ്യൻ്റെ വലിപ്പം പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ആൻസർ സിമ്പിളും ആയിരിക്കും, കുറച്ച് സ്റ്റെപ്പേ ഉണ്ടാവത്തുള്ളൂ, ഈസിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന് തെളിഞ്ഞു? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. എന്ത് തിയറമാണ്? ASA പ്രകാരം ഈ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഡൺ. ദെൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആർ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ? വൈ? ഓക്കെ, ഇനി ഈ വലിയ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിസ്സിനെ ഈ ഒരു ഫിഗർ ഒന്നുകൂടി വരക്കേണ്ടതുണ്ട്. ഇതാ ഒന്നുകൂടി ഒന്ന് വരക്കുന്നുണ്ട് ഈ ഒരു ഫിഗർ. യെസ്, ഓക്കെ, ഞാനൊന്ന് അടയാളപ്പെടുത്തട്ടെ കേട്ടോ. ABCDEPQ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാലേ നമ്മളോട് അടയാളപ്പെടുത്താനല്ല, സോറി, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് AP എന്ന് പറയുന്ന സൈഡും AQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണോ, തുല്യമാണോ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാ നോക്കിക്കേ, AB എന്ന് പറയുന്ന സൈഡും AE എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. കാരണം അവർ പെൻറ്റഗണിൻ്റെ സൈഡാണ്, അവരെല്ലാവരും ഈക്വൽ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം AB എന്ന് പറയുന്നതും AE എന്ന് പറയുന്നതും ഈക്വൽ ആണ്, സൈഡ്സ് ഓഫ് എ പെൻറ്റഗൺ. ദെൻ ഈ ആംഗിളും ഈക്വൽ ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഇതാ മഞ്ഞ കളറിലെ പെയിൻറ് അടിച്ചതാ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ആൻഡ് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് കൂടിയാണെങ്കിൽ ഈ ഒരേപോലെ വരുന്ന ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഈക്വൽ ആവണ്ടേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന PB എന്ന് പറയുന്ന സൈഡും ഈ മഞ്ഞയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന EQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആവണം. ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അവർ ഈക്വൽ ആണ്. അപ്പോൾ ഞാനതൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. PB എന്ന് പറയുന്ന സൈഡും EQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ?
ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് പറയാം. അതിൻ്റെ സ്റ്റെപ്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലേ. ഓൾറെഡി നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം. ഇവൻ ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവൻ 5 തന്നെയായിരിക്കും. നീല ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ 3 ആണെങ്കിൽ ഇവൻ 3 ആയിരിക്കും. 5 + 3 ടോട്ടൽ 8. ഇവിടെയും ടോട്ടൽ 8 തന്നെ വരും. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. പക്ഷേ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താനായിട്ട് അളവുകളൊന്നും തന്നിട്ടില്ല. ഇത് ജസ്റ്റ് മിസ് ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചതാണ്. പ്രൂഫ് ക്വസ്റ്റ്യൻ ആയതിൻ്റെ പേരിൽ നമുക്ക് പേര് കൊടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, AB എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ PB എന്ന് പറയുന്ന സൈഡും തമ്മിൽ കൂട്ടുമ്പോൾ നോക്കിക്കേ, AB എന്ന് പറയുന്ന സൈഡും PB എന്ന് പറയുന്ന സൈഡും കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് AP എന്ന് പറയുന്ന സൈഡ് കിട്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ AP എന്ന് പറയുന്ന സൈഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ AE എന്ന് പറയുന്ന സൈഡും EQ എന്ന് പറയുന്ന സൈഡും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ AQ എന്ന് പറയുന്ന സൈഡ് കിട്ടില്ലേ? ഓക്കെ അല്ലേ? ഈ രണ്ട് പേരും ഈക്വൽ ആണ്. സോ ഓൾസോ എന്ത് ഈക്വൽ ആയിരിക്കും? APയും AQയും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഒന്നുകൂടി എഴുതുവാണെങ്കിൽ AE എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ABനോട് ഈക്വൽ ആണ്. അപ്പോൾ AEക്ക് പകരം ഞാൻ AB എന്ന് കൊടുത്തു. പ്ലസ് EQ എന്ന് പറയുന്ന സൈഡ് എന്തിനോട് ഈക്വൽ ആണ്? PBനോട് ഈക്വൽ ആണ്. അപ്പോൾ PB എന്ന് കൊടുത്തു മിസ്. EQന് പകരം ഇസ് ഈക്വൽ ടു AQ. ഇത് തന്നെയല്ലേ APയും കിട്ടിയിരിക്കുന്നത്. സോ APയും AQ ഓൾസോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പക്കാ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ അല്ലേ? പാരലൽ ലൈൻസ് ഇപ്പോൾ ഓർമ്മ വന്നോ? ഓക്കെ, സമാന്തര വരകളൊക്കെ അറിയാലോ അല്ലേ. ഒരിക്കലും കൂട്ടിമുട്ടാത്ത അല്ലേ, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത വരകളായിരിക്കും. നമ്മുടെ സ്കെയിലൊക്കെ നമ്മൾ എക്സാമ്പിൾ പറയും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദി ഗ്രീൻ ലൈൻ ഇൻ ദി പിക്ചർ ബിലോ ആർ പാരലൽ. ഓക്കെ, ഈ രണ്ട് ലൈൻ ഉണ്ടല്ലോ, ഈ ഗ്രീൻ, നമുക്കും ഗ്രീൻ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ പച്ച ലൈൻ പാരലൽ ലൈൻസ് ആണ് എന്ന് പറഞ്ഞാൽ ആ പച്ചകൾ തമ്മിലുള്ള അകലം എപ്പോഴും ഒന്നായിരിക്കും. അവരൊരിക്കലും വളഞ്ഞു പോകുന്നു. ഓക്കെ, അവരൊരിക്കലും എന്തല്ല, കൂട്ടിമുട്ടത്തില്ല. ഓക്കെ, ഈ രണ്ട് പച്ച വരയും സെയിം അല്ല, പാരലൽ ആണെന്ന് പറയുന്നുണ്ട്, സമാന്തര വരകളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ആൻഡ് ഓഫ് ദി സെയിം ലെങ്ത്. ഓക്കെ, അവർ രണ്ടുപേരും ഈക്വൽ ലെങ്ത് ആണ്. അപ്പോൾ ഞാനൊന്ന് പച്ച കളറിലെ വര ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽ ആണ് കേട്ടോ ഇവർ രണ്ടുപേരും. ഇവനൊരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? One is drawn from the end of the horizontal blue line and the other is drawn from the midpoint of the blue line. ഒന്നുമില്ല, ഈ ബ്ലൂ ലൈൻ്റെ എൻഡിൽ നിന്നും ഒരു റെഡ് ലൈനും വരച്ചിട്ടുണ്ട്. അടുത്ത റെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ബ്ലൂവിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മധ്യബിന്ദുവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവൻ 5 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിനെ തുല്യമായിട്ട് ഭാഗിക്കുന്നു അല്ലേ. അപ്പോൾ മിസ് ഇതാ ഇവിടെ ഒരു പേരും കൂടി നമുക്കൊന്ന് കൊടുത്തേക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും. ABCDE. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സി എന്ന് പറയുന്നത് BEയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്ന ലെങ്ത്തും അതുപോലെ തന്നെ CE എന്ന് പറയുന്ന ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഈക്വൽ ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദി ലെങ്ത് ഓഫ് റെഡ് ലൈൻസ് ഇൻ ദി പിക്ചർ ഈക്വൽ. ഓക്കെ, ഈ റെഡ് ലൈൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ റെഡ് കളർ വരച്ചിരിക്കുന്ന AC എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെയും DE എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെയും ലെങ്ത് അളവ് സെയിം ആണോ, ഈക്വൽ ആണോ, തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ABC ആൻഡ് എന്താണ് ADC ആൻഡ് DEC. ഓക്കെ, DEC. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് നമുക്കൊന്ന് എടുത്ത് വരച്ചേക്കാം. അടയാളപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് അതേ കളർ തന്നെ കൊടുക്കാം അല്ലേ, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഈ ഒരു ബ്ലൂ കളർ ലൈൻ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു റെഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെയും ഇങ്ങനെ ഇത്തിരി വളഞ്ഞു പോയി. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് പിന്നെ എന്തായിരുന്നു, ഗ്രീൻ അല്ലേ. ഗ്രീൻ ലൈനും മിസ് വരക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ പേരുകൾ കൂടി ഒന്ന് കൊടുത്തേക്കാം. കുറച്ച് വലുതായി പോയ ഒരെണ്ണം, കുഴപ്പമില്ല. ആൻഡ് പേരുകൾ കൂടി കൊടുത്തേക്കാം.
BCDE. ഓക്കെ, ഇവൻ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്, ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നമ്മൾക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ, ഈക്വൽ ട്രയാങ്കിൾസിന് അല്ലെ ആംഗിൾസിനും സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ EDC. രണ്ട് ട്രയാങ്കിൾസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നോക്കാം, AB എന്ന് പറയുന്ന സൈഡും CD എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. ഗിവൺ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ തന്നിരിക്കുന്നു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി BC എന്ന് പറയുന്ന ലെങ്ത്തും CE എന്ന് പറയുന്ന ലെങ്ത്തും നോക്കിക്കേ, BCയും CEയും ഈക്വൽ ആണ്. കാരണം എന്താണ്? മിഡ് പോയിന്റ് ആണല്ലേ, മിഡ് പോയിന്റ് ആണ്. C എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ AB എന്ന് പറയുന്ന ഈ ഒരു ലൈൻ എന്താ നോക്കിക്കേ, AB എന്ന് പറയുന്ന ഈ ഒരാളും അതുപോലെ തന്നെ CD എന്ന് പറയുന്ന ഈ ഒരാളും അല്ലേ, ഈ രണ്ട് പേരും പാരലൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സമാന്തര വരകളാണ്. അവരെ കട്ട് ചെയ്ത് പോകുന്ന വരയാണ് BE എന്ന് പറയുന്ന വര. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? ഈക്വൽ ആണ്, തുല്യമാണ്. കാരണം AB എന്ന് പറയുന്ന വരയും CD എന്ന് പറയുന്ന വരയും സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈനെ കട്ട് ചെയ്ത് പോകുന്ന വരയാണ് എന്ത്? BC. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. സോ അത് നമുക്കൊന്ന് എടുത്ത് എഴുതാലോ. മിസ് ഇതൊന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം, ആംഗിൾ B എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ABC എന്ന് തന്നെ കൊടുക്കാം. ആംഗിൾ ABCയും അതുപോലെ തന്നെ ആംഗിൾ DCEയും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ ആംഗിൾ B എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, അവിടെ B മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടുപേരും ഈക്വൽ ആണ്. കാരണം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കിക്കേ, ഏതെങ്കിലും തിയറം വെച്ചിട്ട് ഇവർ ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടുണ്ടോ എന്ന് ഇതാ നമുക്ക് നോക്കിയേക്കാം. ഒരു സൈഡ് ഇവിടെയും ഒരു സൈഡിനോട് ഈക്വൽ ആണ്, രണ്ടാമത്തെ സൈഡ് ഇവിടെയും രണ്ടാമത്തെ സൈഡിനോട് ഈക്വൽ ആണ്. അവർക്ക് ഇടയിലുള്ള ആംഗിൾ അവർക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എത്രാമത്തെ തിയറമായി നമ്മുടെ ഇതാ നോക്കിക്കേ, ഒരു സൈഡും രണ്ട് സൈഡും അവർക്ക് ഇടയിലുള്ള ആംഗിളും, ഇവിടെയും രണ്ട് സൈഡും അവർക്ക് ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ എന്ത് പറയാം? ബൈ രണ്ട് സൈഡും അവർക്ക് ഇടയിലുള്ള ആംഗിളും. SAS പ്രകാരം ഈ ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് പേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് സൈഡും അല്ലെ, ഈ രണ്ട് പേരും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന ഈ രണ്ട് പേർക്കും ഓപ്പോസിറ്റ് വരുന്ന സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് AC എന്ന് പറയുന്ന സൈഡും DE എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു എന്താണ്? ഈക്വൽ ആംഗിൾസ്. തുല്യമായിട്ട് വരുന്ന ഈ രണ്ട് കോണുകൾക്കും എതിരെ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. സോ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? രണ്ടുപേരും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. ഇതല്ലേ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു പാരലൽ ലൈൻസ്, ആ ഒരു കറസ്പോണ്ടിങ് ആംഗിൾസ് മാത്രമേ ഒരെണ്ണം എക്സ്ട്രാ കയറി വന്നിട്ടുള്ളൂ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലേ, പഠിപ്പിച്ചതാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലേ, പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതാ ഒന്നും കൂടി ഒന്ന് നോക്കുക. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആദ്യ റെഡ് ലൈൻസ് പാരലൽ. ഓക്കെ, ഈ രണ്ട് റെഡ് ലൈൻസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അവർ പാരലൽ ആണോ എന്ന് കൂടി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് നോക്കാം. നമുക്ക് നോക്കാം, ഈ ഒരു ആംഗിൾ ACB എന്ന് പറയുന്ന ആംഗിളും അതുപോലെ തന്നെ ADE എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? സെയിം പ്രോപ്പർട്ടി അല്ലെ? ഇവിടെ പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്?
കട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയാം. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആവണം. ഇതാ നോക്കിക്കേ, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ദാ ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്നതും ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ അല്ലേ? നോക്കിക്കേ, ഇവനും ഇവനും ഈക്വൽ ആണ്. കാരണം മിസ് ഒന്നുകൂടി പറയാം, ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് നോക്കിക്കേ, ഇതാ ഇതെല്ലാം ഒന്ന് മായ്ക്കുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസും നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ തുല്യമായിട്ട് വരുന്ന വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന തുല്യമായിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ അല്ലേ? എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവർക്ക് എതിരെ വരുന്ന ഈ ഒരു കോൺ, ഈ ഒരു ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണമെങ്കിൽ ഇതാ നോക്കാം, എ സി എന്ന് പറയുന്ന സൈഡും അതുപോലെ ഡി ഇ എന്ന് പറയുന്ന രണ്ടുപേരും, ആ റെഡ് ലൈൻസ് രണ്ടുപേരും പാരലൽ ലൈൻസ് ആവണം. എന്നാലല്ലേ അവർ കട്ട് ചെയ്തു പോകുന്ന ഈ ഒരു ലൈൻ ഉണ്ടാക്കുന്ന ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസായി ഈക്വൽ ആവത്തുള്ളൂ. നേരത്തെ നമ്മൾ ഇവർ രണ്ടുപേരും പാരലായിരുന്നു, അവനെ കട്ട് ചെയ്ത് പോകുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പാരലൽ ആയതുകൊണ്ട് ഈക്വൽ ആണ്. ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. ഓക്കെ ആണോ? സെറ്റാണല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം? ദീസ് ആംഗിൾസ് ആർ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് വരും അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഈക്വൽ ആവണമെങ്കിൽ എ സി ആൻഡ് എ സി പാരലൽ ടു ഡി ഇ ആയിരിക്കണം. രണ്ടുപേരും പാരലൽ ആയാലാണ് എന്താവുന്നത്? ഇവർ ഈക്വൽ ആവുന്നത്. ഈക്വൽ ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. സോ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒന്ന് കുറച്ച് ടൈറ്റായി വരുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റീവാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് പാരലൽ ആണ്, സമാന്തര വരകളാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ നോക്കാം. Is the quadrilateral below a parallelogram? Why? ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സമാന്തരികമാണോ, പാരലലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ പാരലലോഗ്രാം, സമാന്തരികം എന്ന് പറഞ്ഞാൽ? പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് പറഞ്ഞാൽ എതിർവശങ്ങൾ സമാന്തര വരകളായിരിക്കും, സമാന്തരമായിരിക്കും. ആൻഡ് ഇവനൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, എതിർവശങ്ങൾ തുല്യവുമാണ് സമാന്തരവുമാണ്. ഇവനൊരു 3 ആണെങ്കിൽ ഇവനും 3 ആയിരിക്കും. ഇവർ തുല്യവുമായിരിക്കും സമാന്തരവുമായിരിക്കും. ഓക്കെ, അതാണ് പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണോ? പാരലലോഗ്രാം ആവണമെങ്കിൽ എന്താണ്? എതിർ സൈഡ് അല്ലെ, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇവന് പേരെല്ലാം കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ എടുത്ത് വരക്കുന്നുണ്ട് മിസ്. ABCD അല്ലേ, നമുക്ക് മാറ്റമൊന്നും വേണ്ട, നമ്മുടെ പാരമ്പര്യമായ പേര് തന്നെ കൊടുത്തേക്കാം. ABCD. ഓക്കെ, അളവുകൾ തന്നിട്ടുണ്ട്. ഇവൻ 4 സെൻറ്റിമീറ്റർ, ഇവൻ 4 സെൻറ്റിമീറ്റർ, ഇവൻ 35 ഡിഗ്രി ആൻഡ് ഇവൻ 35 ഡിഗ്രി. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ്, അല്ലെങ്കിൽ എന്ത് തെളിയിക്കാനാണെങ്കിലും നമുക്ക് ആദ്യം എന്ത് തെളിയിക്കണം? ആ രണ്ട് ട്രയാങ്കിൾസ്, മേളിലും താഴെയുള്ള ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണോ നമുക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാം. രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് എടുത്ത് വരച്ചേക്കാം മിസ്. എഴുതിയേക്കാം. മേളിലുള്ള ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ BCD. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് എഴുതിയിട്ടുണ്ട്. ഇനി മിസ് വേറെ സെപ്പറേറ്റ് വരക്കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മേലുള്ള ട്രയാങ്കിളും താഴെയുള്ള ട്രയാങ്കിളും, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഇതാ രണ്ട് ട്രയാങ്കിൾസിലെയും AB എന്ന് പറയുന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ, CD എന്ന് പറയുന്ന സൈഡും 4 സെൻറ്റിമീറ്റർ. സോ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? AB ഈക്വൽ ടു CD. രണ്ടുപേരും 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ABDയിലെ ഒരു സൈഡാണ് BD, താഴെയുള്ള ട്രയാങ്കിളിലെയും ഒരു സൈഡാണ് BD. അപ്പോൾ BD എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഉള്ളതാണ്, കോമൺ സൈഡാണ്. സോ അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് BD ഈക്വൽ ടു BD എന്താണ്? കോമൺ സൈഡാണ്. ഓക്കെ അല്ലേ? രണ്ടു പേർക്കും ഒരേപോലെ വരുന്ന സൈഡാണെന്ന് എഴുതാം. ഇനി ഒരു ആംഗിൾ കൂടി തന്നിട്ടുണ്ടല്ലേ.
ഈ മേളിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 35 ഡിഗ്രിയാണ്, താഴെയുള്ള ട്രയാങ്കിളിൻ്റെയും ആംഗിൾ 35 ഡിഗ്രിയാണ്. അവർ രണ്ടുപേരെയും നോക്കിക്കേ, മേലുള്ള ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്? താഴെയുള്ള ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളിനോടും ഈക്വൽ ആണ്. ഇപ്പോൾ കത്തി കാണും അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ആംഗിൾസും എഴുതിയേക്കാം. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി ഡി ബി. രണ്ട് പേരും എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സൈഡ് ആംഗിൾ സൈഡ്, സൈഡ് ആംഗിൾ സൈഡ് അല്ലെ, രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിൾ രണ്ട് പേരുടെയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എസ് എ എസ് പ്രകാരം രണ്ട് ട്രയാങ്കിൾസും ബൈ എസ് എ എസ് രണ്ട് ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിച്ചു. ഓക്കെ അല്ലേ? ഇനി തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമുക്ക് എന്തുകൂടി പറയാം? ഇവർക്ക് എതിരെ വരുന്ന അല്ലെ ഒരേപോലെ വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസോ അല്ലെങ്കിൽ എന്താണ് ഒരേപോലെ വരുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡും എന്താണ് ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ 35 ഡിഗ്രിക്ക് എതിരെ വരുന്ന എ ഡി എന്ന് പറയുന്ന സൈഡും ഇവിടെ 35-ന് ഓപ്പോസിറ്റ് വരുന്ന ബി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്, തുല്യമാണെന്ന് എഴുതാലോ. അപ്പോൾ അതാ എഴുതാൻ പോകുന്നു. അപ്പോൾ നോക്കിക്കേ, പാരലലോഗ്രാമിന്റെ പ്രത്യേകത എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കണം. ഒരു പെയർ ഓഫ് എതിർവശം 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ തുല്യമാണ്. രണ്ടാമത്തെ സൈഡും തുല്യമായിട്ട് കിട്ടി അല്ലെ, 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്, അതാണ് എ ഡി. ഇവിടെയും 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ബി സിനോട് ഈക്വൽ ആണ്. അപ്പോൾ നോക്കാം, ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നു. എന്താണ്? എതിർവശങ്ങൾ തുല്യമായിട്ട് വന്നു. ഇനി സമാന്തരമാണോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. എ ബിയും സി ഡിയും മിസ് വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓൺവേർഡ്സിൽ ഏതാ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചാണ്, തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെയാണ്. ഇവനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു വരയാണ് ബി ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ 35 ഡിഗ്രി, ഇവനും 35 ഡിഗ്രി. എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് എന്താണ് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു വര, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും എന്ത് ലൈൻ ആയിരിക്കണം? 35 ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ ഇവർ രണ്ടുപേരും സമാന്തര വരകളായിരിക്കണം, പാരലൽ ലൈൻസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ? ഇവൻ ഈക്വൽ ആവത്തുള്ളൂ. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ, സമാന്തരമായ മാത്രമേ ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ നോക്കി, ഒരു പെയർ അല്ലേ, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലുമാണ് പാരലലുമാണെന്ന് തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരല്ല, എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അതൊരു പാരലലോഗ്രാം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്താം? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് എഴുതാം. ദെർഫോർ എ ബി പാരലൽ ടു സി ഡി. ഓക്കെ, എ ബിയും സി ഡിയും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ദെർഫോർ one pair of opposite sides of a quadrilateral അല്ലെ, one pair of opposite sides of a quadrilateral is equal and parallel അല്ലെ. ഒരു ജോഡി എതിർവശങ്ങൾ, ഒരു ചതുർഭുജത്തിൻ്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും എന്താണെന്ന് പറയാം? രണ്ടുപേരല്ല, ഈ ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. അതൊരു എന്താണ് സമാന്തരികമാണെന്ന് പറയാം, പാരലലോഗ്രാം ആണെന്ന് പറയാം. ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ ഈക്വൽ ട്രയാങ്കിൾസ് പറഞ്ഞു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നില്ല, ട്രയാങ്കിൾസ് തന്നെയാണ് വായിൽ വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, O is the center of the circle. Okay, ആയിക്കോട്ടെ. And A, B, C, D are points on the circle. Okay, O എന്ന് പറയുന്നത് ഇവിടെ O ഉണ്ട്. O എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ്, സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. A, B, C, D എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ്സ് ആണ് അല്ലേ, സർക്കിളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ആർ ദി ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ? ഒന്നുമില്ല, എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും ഈക്വൽ ആണോ, തുല്യമാണോ? എന്തുകൊണ്ട്? നമുക്ക് നേരെ സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റും അല്ലേ. എന്താണെന്ന് തെളിയിച്ചാൽ മതി. ഈ ട്രയാങ്കിൾസ് അല്ലേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് തെളിയിച്ചാൽ അല്ലേ, ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് അല്ലേ, സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസോ സൈഡോ ഈക്വൽ ആണ് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി ഈസി ഉണ്ടാകും. അപ്പോൾ മിസ് ഒന്ന് വരച്ചേക്കാം. ഈ ഒരു ട്രയാങ്കിൾ അല്ല, വീണ്ടും ട്രയാങ്കിൾ തന്നെ അല്ലേ, സർക്കിൾ വരച്ചപ്പോഴും ട്രയാങ്കിൾ എന്നാണ് വായിൽ വരുന്നത്. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, O എന്ന് പറയുന്ന സെൻറ്റർ ആണ്.
ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? യെസ്, നമുക്ക് പേരുണ്ടോ ഇവിടെ? അതെ, പേരുണ്ട്. എ ബി സി ഡി. ഇവിടെ 80 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിച്ചാൽ മതി. ഈക്വൽ ട്രയാങ്കിൾസ്, സിമ്പിൾ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എ ബി ഒ ആൻഡ് റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ സി ഡി ഒ. രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ ഒരാൾ കിടക്കുന്നുണ്ടല്ലേ. രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഇവിടെ 80, ഇവിടെയും 80. നേരെ എടുത്ത് എഴുതാലോ. ആംഗിൾ എ ഒ ബി ഈക്വൽ ആംഗിൾ സി ഒ ഡി. കാരണം രണ്ടുപേരും 80 ഡിഗ്രി, അല്ലെങ്കിൽ ഗിവൺ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, 80 ഡിഗ്രി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് മിസ്സിന് അടുത്തതായിട്ട് പറയാൻ പോകുന്നു, എ ഒ എന്ന് പറയുന്ന സൈഡും സി ഒ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്തായിരിക്കും? ആ രണ്ടുപേരും സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് അല്ലേ, ആരമല്ലേ? അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ സിമ്പിളായി തന്നെ എഴുതാം, എ ഒ ഈക്വൽ സി ഒ. കാരണം റേഡിയസ്, സെയിം സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ, റേഡിയാണ് അവർ രണ്ടുപേരും. അതുപോലെ തന്നെ ബി ഒ എന്ന് പറയുന്നതും ഡി ഒ എന്ന് പറയുന്നതും സർക്കിളിൻ്റെ എന്ത് തന്നെയാണ്? റേഡിയസ് അല്ലേ. അപ്പോൾ ദാ ബി ഒ ഈക്വൽ ടു ഡി ഒ, അവനും സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ആരമാണ്. അങ്ങനെയാണെങ്കിൽ ദാ നോക്കിക്കേ, ഈ ഒരു എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഇതാ ഈ ഒരു സൈഡും അതിനിടയിൽ വരുന്ന ആംഗിൾ എന്തിനോട് ഈക്വലാണ്? ഇപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡും അതിനിടയിൽ വരുന്ന ആംഗിളിനോട് ഈക്വലാണ്. സൈഡ് അതിനിടയിലുള്ള ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബൈ എസ് എ എസ്, സൈഡ് ഇടയിൽ വരുന്ന ആംഗിൾ. എന്ത് പറയാം? ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ദാ ഈ 80 ഡിഗ്രിക്കെതിരെ വരുന്ന വശവും ഇവിടെ 80-ന് ഓപ്പോസിറ്റ് വരുന്ന വശവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എ ബിയും സി ഡിയും എന്താണെന്ന് പ്രൂവ് ചെയ്തു? ഈക്വൽ ആണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ, എന്താണ്? തുല്യമായിട്ട് വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന വശം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും സിമ്പിളായി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നാം അല്ലേ. പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ അല്ലേ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട, അടിപൊളിയായിട്ട് ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവിടെ ഈക്വൽ ട്രയാങ്കിൾസ് പ്രൂവ് പ്രൂവ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയുന്ന പാർട്ടാണ്, ടോപ്പിക്കാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇത്രയും ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് മിസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.